സാജിദ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. സാജിദ്, ഇത് ആരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ്? ഇത് അധികൃതർ അറിയാതെയാണോ ഇങ്ങനെ ഒരു നിർമ്മാണം നടത്തിയത്? രേഷ്മ, കരുവാരക്കുണ്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ മുകളിൽ ഈ കൂമ്പൻ മലയുടെ തൊട്ട് താഴ്വാരത്തായാണ് ഈ നിർമ്മാണം നടക്കുന്നത്. ഇതിന്റെ ഉടമസ്ഥരായ ആളുകൾ പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ നിവാസികളായ വ്യക്തികളാണ്. ഇവർക്ക് ഈ നോട്ടീസ് കൈമാറിയിട്ടുണ്ട്. ഇത് പുറത്ത് വരുന്നത് തന്നെ ഈ വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ അതിന് തൊട്ട് തലേ ദിവസമാണ് ഇങ്ങോട്ട് സന്നദ്ധ പ്രവർത്തകരായ ആളുകൾ പോകുന്നത്. ഇതിന് കാരണം ഏതാനും ആദിവാസി കുടുംബങ്ങൾ ഈ മലയ്ക്ക് മുകളിൽ താമസിക്കുന്നുണ്ട്, വനത്തിൽ താമസിക്കുന്നുണ്ട്. മഴ ശക്തമായാൽ ഉരുൾപൊട്ടൽ ഉണ്ടാവാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഇവരെ പുറത്തെത്തിക്കാനായി ഈ സന്നദ്ധ പ്രവർത്തകർ പോകുന്നത്. ആ സമയത്താണ് ഈ JCBയും മറ്റും നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ പരിശോധിച്ചപ്പോഴാണ് ഇത്ര വലിയ ഈ ജലസംഭരണിയാണ് എന്ന് മനസ്സിലാകുന്നത്. ഉടൻ തന്നെ ഈ കരുവാരക്കുണ്ട് പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിക്കുന്നു. പഞ്ചായത്ത് അധികൃതർ ജിയോളജി വകുപ്പിനെ വിവരം അറിയിക്കുന്നു. ജിയോളജി ഉദ്യോഗസ്ഥർ വന്ന് സ്ഥലം പരിശോധിച്ചപ്പോഴാണ് വലിയ അപകട സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തുന്നത്. കാരണം കരുവാരക്കുണ്ടിൽ നേരത്തെ 2 തവണ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഈ 30 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ ഉരുൾപൊട്ടലിൽ 7 പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. 2018 സമാനമായ രീതിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി. പക്ഷെ അത് ജനവാസ മേഖലയല്ലാത്തത് കൊണ്ട് വലിയ അപകടം ഒഴിവായി. ഈ 2 വലിയ ജലസംഭരണികൾ നിൽക്കുന്നതിന് തൊട്ട് താഴെ തന്നെ നമുക്ക് വലിയ പാറക്കൂട്ടങ്ങൾ കാണാം. ഇത് ഏതെങ്കിലും സാഹചര്യത്തിൽ അതിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് പൊട്ടുകയാണെങ്കിൽ അത് വലിയ അപകടമാണ് ഉണ്ടാവുക. നിരവധി ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ് തൊട്ട് താഴ്ഭാഗങ്ങളിലെല്ലാം തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജില്ലാ കളക്ടർ നടപടിയെടുക്കാൻ ഉത്തരവ് ഇട്ടിട്ടുണ്ട്. 5 ദിവസത്തിനകം തന്നെ ഇത് പൂർണ്ണമായി മൂടണം. എന്നതിന് ശേഷം മഴക്കാലം കഴിയുന്നത് വരെ ടാർപ്പായ ഈ കുഴിക്ക് മുകളിൽ വിരിക്കണം. അതിനുശേഷം വ്യക്തമാണ്. സാജിദ് തുടരും. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ മീഡിയാവിനൊപ്പം ചേരുകയാണ്. ടീച്ചർ കേൾക്കാമോ? കേൾക്കാം. വലിയ ആശങ്കയോടെയാണോ അവിടെ ആളുകൾ കഴിയുന്നത്? പഞ്ചായത്തിന് ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ പറയും. പഞ്ചായത്തിന് ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും? പഞ്ചായത്ത് ഈ കാര്യം കളക്ടറെ അറിയിച്ചിട്ടുണ്ട്, ജിയോളജി വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. അവരുടെ നിർദ്ദേശപ്രകാരമാണ് പഞ്ചായത്തിന് അവിടെ നടപടികൾ സ്വീകരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഉയർന്ന മലകൾ താമസിക്കുന്ന ആൾക്കാരെ കാലാവസ്ഥ കെടുതികൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടുന്ന് ആൾക്കാരെ ഒഴിവാക്കാം. പിന്നെ ആ കുഴികള്, അതായത് മഴ വെള്ളം സംഭരിക്കുന്നതിന് വേണ്ടി അവര് നിർമ്മിച്ചിരിക്കുന്ന കുഴികൾ ജിയോളജി വകുപ്പിന്റെയും കളക്ടറിന്റെയും നിർദ്ദേശം അനുസരിച്ച് മൂടുന്നതിന് നമ്മൾ ഡെയിലിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പേയിക്കേണ്ട നിർദ്ദേശങ്ങളും അത് മൂടുന്നുണ്ട്, അവരെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും നിരീക്ഷിക്കുന്നതിനും പഞ്ചായത്ത് അധികൃതർക്ക് തയ്യാറാണ്. ഈ ഉത്തരവ് എപ്പോഴാണ് വന്നത്? അതിനുശേഷം വേഗത്തിൽ തന്നെ ഇത് മൂടാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടോ? ഇക്കാര്യം പഞ്ചായത്ത് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടോ? ഉത്തരവ് നമ്മൾക്ക് കിട്ടിയത് വെള്ളിയാഴ്ചയാണ്, കഴിഞ്ഞ ദിവസം ആണ്. ആ ഉത്തരവ് ഈ പാർട്ടികൾക്ക് കൊടുത്തിട്ടില്ല. അത് വില്ലേജ് അധികൃതരാണ് കൊടുക്കേണ്ടത്. അതായത് പട്ടാമ്പി സ്വദേശികളാണ് ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥര്. അപ്പോൾ പട്ടാമ്പിക്കുള്ള പഞ്ചായത്തിനാണ് ഇത് കൈമാറേണ്ടത്. പഞ്ചായത്ത് അവരെ അറിയിക്കും. ഈ ഓർഡർ അവരുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം 5 ദിവസത്തിനുള്ളിൽ കുഴികൾ മൂടണമെന്നാണ് നിർദ്ദേശം. തീർച്ചയായിട്ടും അവർക്ക് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അതിനനുസരിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കും. ശരി, നന്ദി പ്രതികരണത്തിന്. ഇപ്പോൾ നാട്ടുകാരൻ ഷംസുദ്ദീൻ കൂടി ചേരുകയാണ്. അദ്ദേഹം അവിടെയുള്ള ആളാണ്. ഷംസുദ്ദീൻ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. വലിയൊരു ഭീതിയോടെയാണോ ഈ നാട്ടുകാരൊക്കെ ഇപ്പോൾ അവിടെ ഉള്ളത്? കാരണം ഇതൊരു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്, വളരെ ഭീതിതമായൊരു ദൃശ്യമാണ്. ഇത് ഏത് സമയത്താണ് ഇങ്ങനെ ഒരു സംഭരണി അവിടെ അനധികൃതമായി നിർമ്മിച്ചത്? ഇത് നിർമ്മിച്ചിട്ട് കുറെ കാലമായിട്ടുണ്ട്. പക്ഷെ ഈ കഴിഞ്ഞ നമ്മളെ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അധികമായി മഴ പെയ്തപ്പോൾ അവിടെ കുറച്ച് ആദിവാസി കോളനികളുണ്ട്. അതിലുള്ള ആളുകളെ നമ്മൾ അറക്കാൻ പോയപ്പോഴാണ് നമ്മൾ ആ സാധനം കാണുന്നത്, ആ കുഴി കാണുന്നത്. കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ. അതിന്റെ ഈ മലയുടെ പൂർണ്ണമായിട്ടും എക്കോ സെൻസിറ്റീവ് സോണിൽ കിടക്കുന്ന പ്രദേശമാണിത്. ഒരു സൈഡില് സൈലന്റ് വാലി മലനിരകളും മറ്റൊരു സൈഡില് നീലഗിരി കുന്നുകളാണ്. അപ്പോ ഇതില് വൻ ജലസംഭരണിയാണ് ഇപ്പൊ ഉള്ളത്. അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ താഴെ മാമ്പറ്റ, തരിശ് തുടങ്ങിയ മേഖലകളൊക്കെ വൻ അപകട ഭീഷണിയാണ് ഇപ്പൊ നിലവിലുള്ളത്.
തീർച്ചയായിട്ടും വളരെ അശാസ്ത്രീയമായ ഒരു നിർമ്മാണമാണ് എന്ന് കാണുന്ന മാത്രയിൽ തന്നെ അറിയാൻ കഴിയുന്നുണ്ട്. ഇതിപ്പോൾ ഈ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന സമയത്ത് ഒന്നും ആരും ഈ നാട്ടുകാരോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ പഞ്ചായത്ത് അധികൃതർ ഒന്നും ഇതിലൊരു ഇടപെടൽ നടത്തിയിരുന്നില്ലേ? ഇല്ല, ഇത് ജനവാസ മേഖലയല്ല. ഇതൊരു 80 ഏക്കർ കണ്ണമ്പള്ളി എന്ന് പറയുന്ന എസ്റ്റേറ്റാണ്. അതിലേക്ക് അവര് വലിയ ഗേറ്റും പിന്നെ അതുപോലെ കറണ്ട് കമ്പികളും ഇട്ട് ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ പുറത്തുനിന്നുള്ള ആർക്കും അവിടെ പ്രവേശനമില്ല. ഇപ്പൊ ഈ ആദിവാസി ഊരുകളിലെ ആളുകളെ നമ്മൾ അറക്കാൻ പോയപ്പോഴാണ് നമ്മളിത് കാണുന്നത്. അതുവരെ നമ്മളിത് കണ്ടിട്ടില്ല. യെസ്, ഇപ്പോൾ ഈ കളക്ടറുടെ ഉത്തരവ് വന്നിട്ടുണ്ട്. ഇത് മണ്ണിട്ട് നികത്താനുള്ള ഉത്തരവാണ്. അതോടുകൂടി നിങ്ങളുടെ ആശങ്ക പരിഹരിക്കപ്പെടുമോ? ആശങ്ക പരിഹരിക്കുമെന്ന് വെച്ചാൽ ഇനി ഇത് നികത്തിയാൽ തന്നെ പഴയ ഒരു സ്വഭാവം കിട്ടുമെന്നറിയില്ല. അപ്പൊ ഏതായാലും ഇത് മണ്ണിട്ട് മൂടിയതിനു ശേഷം തൽക്കാലം എനിക്ക് തോന്നുന്നു ഒരു വർഷത്തോളം ഇത് പൂർണ്ണമായിട്ടും പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടുകൊണ്ട് മൂടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ പിന്നെ വെള്ളം ഒലിച്ചിറങ്ങാത്ത രൂപത്തിൽ ആകാൻ സാധ്യതയുണ്ട്. അത്രേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ജിയോളജിക്കൽ വകുപ്പ് വന്ന് നോക്കിയിട്ടുണ്ട്. അവരെ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലുള്ളൂ മറ്റ് തുടർ നടപടികൾ ഉണ്ടാവുകയുള്ളൂ. ശരി, നന്ദി ഷംസുദ്ദീൻ, താങ്കളുടെ പ്രതികരണത്തിന്. അദ്ദേഹം കരുവാരക്കുണ്ട് സ്വദേശിയാണ്. കരുവാരക്കുണ്ടിലാണ് അനധികൃതമായി ജലസംഭരണികൾ നിർമ്മിച്ചിരിക്കുന്നത്. അത് നികത്താൻ ഇപ്പോൾ മലപ്പുറം ജില്ലാ കളക്ടറുടെ ഉത്തരവ് വന്നിട്ടുണ്ട്. ജലസംഭരണികൾ നിലനിർത്തിയാൽ വലിയ അപകടമുണ്ടാകുമെന്ന് ജിയോളജി വകുപ്പും റിപ്പോർട്ട് നൽകിയിരുന്നു. നിയമലംഘനം തുടർന്നാൽ കർശന നടപടി എടുക്കുമെന്നാണ് കരുവാരക്കുണ്ട് പഞ്ചായത്ത് അധികൃതരും അറിയിച്ചിരിക്കുന്നത്.